പോകുമെന്നാണ് ഈ അഭിപ്രായം. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കാസർഗോഡ് 5 വയസ്സുകാരനെ രണ്ടാനച്ഛൻ ക്രൂരമായി മർദ്ദിക്കുന്ന ഈ ദൃശ്യങ്ങൾ മനസാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അത്രയ്ക്കും ക്രൂരമായ മർദ്ദനമാണ് ആ കുഞ്ഞിനെ ഏൽക്കേണ്ടി വന്നത്. വായിൽ തുണി തിരുകി ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് കുട്ടിയുടെ മൊഴി. സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനവുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിക്കെതിരെ ദുർബല വകുപ്പ് ചുമത്തിയത് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയെന്നാണ് പരാതി. കേസ് ഒത്തുതീർപ്പാക്കാനും പോലീസ് ശ്രമിക്കുന്നതായി കുട്ടിയുടെ പിതാവ് ന്യൂസ് 18 പറഞ്ഞു. കുഞ്ഞിൻ്റെ വായിൽ തുണി തള്ളിയിട്ട് അടിക്കുന്ന വീഡിയോസ് അടക്കം കാണിച്ചു കൊടുത്തിട്ടും പോലും പോലീസുകാർ അതിനുള്ള വകുപ്പ് എഴുതിയിട്ടില്ല. എന്നോട് പറഞ്ഞതും പോലീസുകാർ ഇതേ വാക്ക്, കേസും കാര്യത്തിനൊന്നും പോണ്ട, അവരെല്ലാം വലിയ പിടിപാടുള്ള ആൾക്കാരാണ്, നീ തീർത്തിട്ട് കുട്ടികളും കൂട്ടിയിട്ട് നീ പോയിക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പറ്റില്ല, എനിക്ക് കേസും വഴിയിലേ പോകാൻ പറ്റുമോ. അപ്പോൾ കുറേ പ്രാവശ്യം അങ്ങനെ ചോദിച്ചു. SI അനൂപ് സാർ എന്ന് പറയുന്ന സാറ്. അപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ ഓക്കെ കേസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്തൊരു കുട്ടീൻ്റെ മൊഴി എഴുതാത്ത അവർക്ക് തോന്നുന്ന FIR എഴുതിയിട്ട് കേസെടുത്തു. അവന് ജാമ്യനും കിട്ടി. എൻ്റെ തീരുമാനം, എൻ്റെ കുഞ്ഞിക്ക് നീതി കിട്ടണം. ഇത്ര ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ അടിച്ചിട്ട് അവനെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഈ കുഞ്ഞിന് പുറത്ത് നടക്കാൻ പറ്റില്ല, ഒരു സ്കൂളിൽ പോകാനും പറ്റില്ല. ഒരു സ്കൂളിലൊക്കെ കൂട്ടി ചേർത്തിട്ട് ഞാൻ സ്കൂളിലൊക്കെ വിട്ടാനും പോലും എനിക്ക് പേടിയാണ് കുഞ്ഞിനെ. എന്തായാലും ഓന് കൊല്ലുമെന്നുള്ള ഭീഷണി ഉള്ളതുകൊണ്ട്. ഇതിനിടെ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഗുരുതരമായിട്ടുള്ള ആരോപണമാണല്ലോ പോലീസിനെതിരെ കുടുംബം ഉന്നയിക്കുന്നത്. പോലീസ് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു. അവർക്ക് വലിയ പിടിപാടും ബന്ധങ്ങളുമൊക്കെ ഉള്ളവരാണ്. കേസുമായി മുന്നോട്ട് പോകണമോ തുടങ്ങിയ രീതിയിലുള്ള സമ്മർദ്ദം ഉൾപ്പെടെ ഉണ്ടായി എന്നാണ് ഈ കുട്ടിയുടെ പിതാവ് ആരോപണം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടോ? അതോടൊപ്പം ഈ ബാലാവകാശ കമ്മീഷനൊക്കെ ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്? ടോമേ, ഏതായാലും ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇയാൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് ഇന്നലെ സ്പോട്ട് ലൈവിലൂടെ ന്യൂസ് 18 ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത, അല്ലെങ്കിൽ അത്രത്തോളം നെഞ്ചുലയ്ക്കുന്ന ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. പിന്നീട് വളരെ പെട്ടെന്നായിരുന്നു പോലീസ് നടപടികൾ. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇതിൽ കൃത്യമായി കാര്യമായ വകുപ്പുകൾ ചേർത്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുതന്നെയാണ് കോടതി പ്രതിക്ക് ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ഈ രണ്ടാനച്ഛന് ജാമ്യം ലഭിക്കാനിടയായതെന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. ഈ കുട്ടിയുടെ മൊഴി വളരെ കൃത്യമാണ്. ഈ കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വായിൽ തുണി തിരുകി സ്ഥിരമായി മർദ്ദിക്കാറുണ്ട്. അതോടൊപ്പം കവിളിൽ ഈ പാലിന്റെ പാക്കറ്റ്, അതായത് തണുത്ത പാലിന്റെ പാക്കറ്റ് കവിളിൽ വെച്ച് മറുഭാഗത്ത് ഇടിക്കും. അത്തരത്തിൽ ഈ കുട്ടിയുടെ ഗൗരവമായ മൊഴി ഈ കുട്ടിയുടേതുണ്ട്. ഇത്രയൊക്കെ മൊഴി ഉണ്ടായിട്ടും ഇതിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വകുപ്പ് പ്രകാരം മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. ദുർബലമായ വകുപ്പുകളാണ് ഇത് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് വളരെ പെട്ടെന്ന് ഇതിൽ നിന്നും ജാമ്യം ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും നിലവിൽ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല പോലീസിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി ഇതിന്റെ റിപ്പോർട്ട് നൽകണമെന്നാണ് ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഈ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ കേസിൽ ഇടപെടുന്നത്. എന്നാലും കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. വിദ്യാനഗർ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഗുരുതരമായ ഈ ആരോപണം ഈ കുടുംബം ഉന്നയിക്കുന്നത്. ഇപ്പോൾ വിദ്യാനഗർ പോലീസിനെയാണ്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രതിയെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി റിപ്പോർട്ട് ചെയ്തതാണ്. ഇയാൾക്ക് വലിയ തോതിലുള്ള സ്വാധീനമുണ്ട് എന്നൊക്കെ ഈ പിതാവ് പറയുന്നുണ്ടായിരുന്നു. ഇവരെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ദൃശ്യം വളരെ സങ്കടപ്പെടുത്തുന്നതാണ് ടോമെ. ഈ 5 വയസ്സുള്ള ഒരു കുട്ടിയെ അതിക്രൂരമായി ഇങ്ങനെ മർദ്ദിക്കുന്നു. അത് നിലവിളി ശബ്ദം കേട്ടാണ് അയൽവാസികൾ ആ ദൃശ്യം പകർത്തിയത്. പിന്നീട് അത് വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. പോലീസാണ് ഈ ദൃശ്യം പരിശോധിച്ചതിന് ശേഷം പിതാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുത്തുകയും പരാതി എഴുതി വാങ്ങിയും അങ്ങനെ രണ്ടാനച്ഛനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അപ്പോഴേക്കും ഈ കേസുകളെല്ലാം ദുർബല വകുപ്പുകളായിരിക്കുന്നു. വൈകിട്ടാവുമ്പോഴേക്കും രാത്രി തന്നെ, അതായത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അപ്പോൾ തന്നെ കോടതി ജാമ്യം നൽകുന്ന അത്തരം ദുർബലമായ വകുപ്പുകളാണ് ഇതിലുള്ള. നാട്ടുകാരുടെ, അയൽവാസികളുടെ ഇടപെടലാണ്
ഈ കുട്ടി 5 വയസ്സുകാരൻ അനുഭവിച്ച ക്രൂരത പുറത്തു വരാൻ കാരണമായതുപോലും? കാരണം ഇത് ഒരാദ്യമായിട്ടുള്ള സംഭവമാണോ എന്ന് പോലും സംശയമുണ്ട്. ഇതിനു മുൻപും ഈ കുട്ടിയെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ടോ? കാരണം ഈ കുട്ടിയുടെ നിലവിളി ശബ്ദം കേട്ട്, കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ ഓടിയെത്തുന്നത്, ആ ജനലിലൂടെ ദൃശ്യങ്ങൾ പകർത്തുന്നത്. ഇതിനു മുൻപും ഇങ്ങനെയുള്ള ക്രൂരമായ മർദ്ദനം ഈ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അമ്മയുടെ അറിവുണ്ടായിരുന്നു ഈ സംഭവത്തിൽ? പോലീസ് നിലവിൽ ഏത് രീതിയിലുള്ളൊരു നടപടിയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്? ബൈജു. ടോമേ, 3 മാസങ്ങൾക്ക് മുൻപാണ് കോടതി അതായത് ഇവർക്ക് 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇവർ വിവാഹമോചിതരായിരുന്നു. 3 കുട്ടികളാണ് ഉണ്ടായത്. ഈ 3 കുട്ടികളുടെയും സംരക്ഷണ ചുമതല 3 മാസങ്ങൾക്ക് മുൻപാണ് ഈ മാതാവിനെ ഏൽപ്പിക്കുന്നത്. അതായത് 11 വയസ്സുള്ള ഒരു ആൺകുട്ടി, അതോടൊപ്പം ഈ 5 വയസ്സുകാരൻ, 8 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഇങ്ങനെ 3 കുട്ടികളുടെ സംരക്ഷണ ചുമതലയാണ് ഈ മാതാവിനെ ഏൽപ്പിച്ചത്. പക്ഷേ ഈ 3 മാസമായും നിരന്തരമായും ഈ കുട്ടിയെ, ഈ 11 വയസ്സുള്ള കുട്ടിയും ഇപ്പോൾ പിതാവിനോടൊപ്പമാണുള്ളത്. പോലീസ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഏതായാലും തുടക്കത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ ഈ 11 വയസ്സുള്ള കുട്ടിക്കും അതോടൊപ്പം 5 വയസ്സുകാരനും നിരന്തരം 3 മാസത്തോളമായി ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നതെന്നാണ് പറയുന്നത്. അതോടൊപ്പം ഈ ശബ്ദം, ഇങ്ങനെ നിരവധി ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെങ്കിലും ഈ ഗ്ലാസിലൂടെ ഇങ്ങനെ മർദ്ദിക്കുന്ന ദൃശ്യം കണ്ടപ്പോഴാണ് അയൽവാസികൾ അത് ചിത്രീകരിക്കുന്നത്. അതിന് മുമ്പും വലിയ തോതിൽ കുട്ടികളുടെ കരച്ചിലൊക്കെ അവിടുന്ന് കേൾക്കാമായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത്. അത് മാത്രമല്ല, ഇയാൾ വലിയ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഈ ദൃശ്യം പോലീസിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. അയൽവാസികൾ ഏതെങ്കിലും തരത്തിൽ മറ്റു തരത്തിൽ ഇടപെടാൻ കഴിയാത്ത രീതിയിലുള്ള സ്വാധീനമുള്ള ആളാണ് ഈ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന 2ാം അച്ഛനെന്നാണ് ഈ പിതാവ് ഉൾപ്പെടെ പറയുന്നത്. നിരവധി തവണ ഈ പിതാവിനെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അയാൾ ഇപ്പോൾ പുറത്താണുള്ളത്. അതായത് അയാൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു ഈ കേസിൽ എന്നതാണ് ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, പിഞ്ചു കുഞ്ഞ്, 5 വയസ്സുള്ള ഒരു കുഞ്ഞ്. ഇങ്ങനെ അയൽവാസി ഈ ദൃശ്യം ചിത്രീകരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ഈ കുഞ്ഞ് ഈ ഭൂമുഖത്തിൽ പോലും ഉണ്ടാകില്ല. മരണം സംഭവിക്കുന്ന രീതിയിലുള്ള മർദ്ദനം, അത്തരത്തിലുള്ള ആ കുട്ടി ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ഞാൻ നേരിട്ട് പോയി ആ കുട്ടിയെ കണ്ടതാണ്. ദേഹമാസകലം ഈ പാടുകൾ, ഇത്തരത്തിൽ ഇടിച്ച പാടുകളൊക്കെ ദേഹമാസകലം കാണാം. കരുവാളിച്ച നിലയിൽ പല ഭാഗങ്ങളിൽ, ശരീരഭാഗത്തിൽ കാണാം. ഏതായാലും ഈ കുട്ടിയുടെ വിദഗ്ധ പരിശോധന ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ ഉണ്ട്. ഇന്നലെ മുതൽ കുട്ടി ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. ഈ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള അത്തരം നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ വിദഗ്ധ ചികിത്സ കുട്ടിക്ക് ലഭ്യമാക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ഇപ്പോഴും, ജനറൽ ആശുപത്രിയിൽ ഇപ്പോഴും തുടരുകയാണ്. നേരിട്ട് ഈ കുട്ടിയെ കണ്ടപ്പോൾ സങ്കടം തോന്നുന്ന രീതിയിലായിരുന്നു. ദേഹത്തൊക്കെ പാടുകളായിരുന്നു ഈ കുട്ടിയുടെ. ഇത്രത്തോളം ഇത് പോലീസുകാരും കണ്ടതാണ്. കുട്ടിയുടെ മൊഴി വിശദമായി പോലീസ് രേഖപ്പെടുത്തിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വായിൽ തുണി തിരുകി, അതായത് ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ അങ്ങനെ ഈ ഒരു 5 വയസ്സുകാരനോട് ചെയ്ത, നേരിട്ട് കണ്ടാൽ തന്നെ ആ കുട്ടി എത്രത്തോളം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. എന്നിട്ട് പോലും പോലീസ് ദുർബലമായ വകുപ്പുകൾ ചുമത്തുന്നു. ആരാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്? ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ നീക്കം നടത്തിയതാരാണ്? അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഈ കേസ് അട്ടിമറിക്കാനുള്ള അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കാനുള്ള നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി ആവശ്യമല്ലേ? അങ്ങനെ ഒരാവശ്യം ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ടോ? ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പരാമർശിക്കുന്നുണ്ടോ ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട്? ടോമേ, ഈ പ്രധാനമായും ഈ പിതാവ് അത് തന്നെയാണ് പരാതിയിൽ പറയുന്നത്. ഈ SHO, വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെ SHO, ഇദ്ദേഹം ഇടപെട്ട് ഇത് കേസ് ഇല്ലാതാക്കാൻ, എന്തിനാണ് കേസ് കൊണ്ട് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഫോൺ കോളുകളൊക്കെ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. എന്തിനാണ് ഈ പോലീസിന് ഇത്ര നിർബന്ധം? അതിൽ കൃത്യമാണ്, ഇയാൾക്ക് ഉന്നത ബന്ധമുണ്ട്, പണം ഉപയോഗിച്ചുള്ള സ്വാധീനത്തിന് സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സ്വാധീനം ഏതെങ്കിലും തരത്തിൽ ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് വലിയ തോതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കുട്ടിയുടെ മൊഴി ചൈൽഡ് ലൈൻ ഉൾപ്പെടെ എടുത്തതാണ്. കുട്ടിയുടെ കൃത്യമായ മൊഴി, താൻ നേരിട്ട 3 മാസമായി ഇവിടെ നിന്ന് നേരിട്ട മുഴുവൻ ഈ പീഡനങ്ങളും ഇത്തരത്തിലുള്ള മർദ്ദനങ്ങളും ഒക്കെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷമാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നത്. പക്ഷെ പിന്നീട് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് മാത്രം ഉൾപ്പെടുത്തി കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുക, പോക്സോ വകുപ്പുകളിലെ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയിട്ടില്ല എന്ന് തന്നെ ഇതിൽ അങ്ങേയറ്റം സംശയം ജനിപ്പിക്കുന്നതാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഉന്നത സ്വാധീനം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയം ജനിപ്പിക്കുന്നു. അത് കൃത്യമായി പിതാവും പറയുന്നുണ്ട്. അങ്ങനെ സ്വാധീനം ചെലുത്തിയാണ് ഈ പ്രതി ഇത്തരത്തിൽ ഈ വളരെ വേഗം ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് 1 മിനിറ്റ് പോലും ജയിലിൽ കിടക്കേണ്ടി വരാത്ത ഒരു സാഹചര്യം. അപ്പോൾ തന്നെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അപ്പോൾ തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം
സാഹചര്യമാണ് ഉണ്ടായത്. അത് തന്നെയാണ് ഈ പിതാവ് പറയുന്നത്. മാത്രമല്ല ഇപ്പോഴും ഈ പിതാവിന് ഭീഷണി നേരിടുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നും കേസുമായി മുന്നോട്ട് പോകുന്നതിനെതിരെ വലിയ തോതിൽ ഇവർക്ക് ഈ ഒരു സമ്മർദ്ദം പോലീസിന്റെ ഭാഗത്തുനിന്നുമുണ്ട്. അത്രത്തോളം പോലീസിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വേണം ഈ കാര്യത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും ബാലാവകാശ കമ്മീഷൻ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ കേസെടുത്ത് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബാലാവകാശ കമ്മീഷൻ ഇടപെടൽ ഒരു തരത്തിൽ ഇതിൽ ഈ കുടുംബത്തിന് ഒരു ആശ്വാസം എന്ന് പറയേണ്ടി വരും. ഇനി തുടർ നടപടികൾ ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്ത് എന്തൊക്കെ ഉണ്ടാവും, കൂടുതൽ വകുപ്പുകൾ പോലീസിന് ചേർക്കേണ്ട സാഹചര്യത്തിലേക്ക് ബാലാവകാശ കമ്മീഷൻ എത്തിക്കുമോ, അതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകാൻ ഈ ഒരു പിതാവ് ഒരുങ്ങുകയാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു പിതാവാണ്. ഇനി 2 കുട്ടികളുടെ സംരക്ഷണ ചുമതല ഈ ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹം ഇപ്പോൾ ജനറൽ ആശുപത്രിയിലാണുള്ളത്. മറ്റ് വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരു കുടുംബമാണ് ഇയാളുടെ, അയാളെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിക്ക് വലിയ തോതിലുള്ള അവശത കുട്ടിക്കുണ്ട്. കാരണം തുടർച്ചയായി ദിവസങ്ങളോളം ഈ കുട്ടിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാതാവിന്റെ അറിവോടുകൂടിയാണോ ഈ ഒരു സംഭവം നടന്നതെന്ന് സംബന്ധിച്ച് പോലീസ് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഈ പിതാവ് ആരോപിക്കുന്നത് മാതാവിന്റെ ഈ ഒരു ഒത്താശയോട് കൂടിയാണ്, അല്ലെങ്കിൽ മാതാവിന്റെ അറിവോട് കൂടിയാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ഈ പിതാവ് ആരോപിക്കുന്നത്. ആ തരത്തിലുള്ള അന്വേഷണം ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും കിട്ടിയ ഉറപ്പ് ഇതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവും, വിശദമായ അന്വേഷണം ഉണ്ടാകുന്നതൊക്കെയാണ്. പക്ഷേ മാതാവിനെ സംബന്ധിച്ച് ഇതുവരെ അന്വേഷണം ഉണ്ടായിട്ടില്ല. ഇയാളിൽ മാത്രം ഒതുങ്ങി ഒരു പെൺകുട്ടി, ഇപ്പോഴും ഇവരുടെ കൂടെ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു, 8 വയസ്സുള്ള. ആ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒന്നും പോലീസ് അന്വേഷണം ഉണ്ടായിട്ടില്ല. ഈ പിതാവ് സംശയിക്കുന്നത്, പിതാവ് പറയുന്നത് ഈ പെൺകുട്ടിക്ക് നേരെയും വലിയ തോതിലുള്ള ഇത്തരത്തിൽ മർദ്ദനം ഉണ്ടായി എന്ന് തന്നെയാണ്. ആ അന്വേഷണം ഒന്നും പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഏതായാലും വലിയ അട്ടിമറി ഈ കേസിൽ നടന്നിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ആ ദൃശ്യം കണ്ടാൽ പിതാവ് ഉന്നയിക്കുന്ന പോലുള്ള വിഷയങ്ങൾ അതീവ ഗൗരവത്തോടെ കൂടി തന്നെ കാണേണ്ടതാണ്. കാരണം ഒരു കുട്ടിക്ക് മാത്രമല്ല, മറ്റു കുട്ടികളെയും രണ്ടാം ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടാകാം. അതേക്കുറിച്ച് അന്വേഷണം വേണം, അമ്മയുടെ പങ്ക് അന്വേഷിക്കണം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വിശദമായി തന്നെ അന്വേഷണം ആവശ്യമാണ്. എന്തായാലും അതിക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനമാണ് 5 വയസ്സുകാരന് ഏൽക്കേണ്ടി വന്നത്. പക്ഷേ സംഭവത്തിൽ പ്രതിയെ സംരക്ഷിക്കാൻ, ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള നീക്കം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യമില്ല. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച വരെയാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. 24 മണിക്കൂർ കൂടുമ്പോൾ മെഡിക്കൽ പരിശോധന നടത്തണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. കസ്റ്റഡി ആപ്ലിക്കേഷൻ 3 ദിവസത്തേക്ക് കസ്റ്റഡി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒബ്ജക്ട് ചെയ്തില്ല. ബിക്കോസ് സത്യം തെളിയിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടി ആവശ്യമാണ്. ജാനുവരിയിൽ നടന്നൊരു സംഭവത്തിനാണ്. അങ്ങനെ ആർക്ക് വേണമെങ്കിലും ആരെ പറ്റി വേണമെങ്കിലും ഏത് സമയത്തും പറയാം. അപ്പം അതുകൊണ്ട് ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഒപ്പോസ് ചെയ്തിട്ടില്ല. നമ്മുടെ ബെയിൽ ആപ്ലിക്കേഷൻ ചൊവ്വാഴ്ചത്തേക്ക് വെച്ചിട്ടുണ്ട് ഹിയറിങ്ങിന്. ഒരു സുപ്രീം കോർട്ടിന്റെ പല ജഡ്ജ്മെന്റ്സ് ഉണ്ട്. 5 വർഷത്തിൽ 7 വർഷത്തിൽ താഴെയുള്ള കസ്റ്റഡി കൊടുക്കാവുന്ന, സെന്റൻസ് കൊടുക്കാവുന്ന ഒഫൻസസിൽ അറസ്റ്റ് ചെയ്യരുത്, 35(3) അനുസരിച്ച് നോട്ടീസ് കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പുതിയ പ്രതിഭാസമാണ് രാത്രി പോയോ അല്ലെങ്കിൽ ഓടിച്ചിട്ട് ചേസ് ചെയ്ത് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ സുപ്രീം കോടതിയൊക്കെ പറയണത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് ഭയങ്കര സംശയമുണ്ട്. സുപ്രീം കോടതി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 7 വർഷത്തിൽ. ഇത് മാക്സിമം ഇതിനകത്ത് ഒഫൻസ് 5 വർഷം പണിഷബിൾ ആയിട്ടുള്ള ഒഫൻസസേ ഉള്ളൂ. എന്തിനാണത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയില്ല. അതാ ഒരു സമയം വരും ആളുകൾ ചോദിക്കുന്നത്. വളരെ വളരെ ആരോഗ്യ പ്രശ്നമുണ്ട് അങ്ങേരുടെ. സാറേ പറയട്ടെ, ഞാൻ കേസിനെ സംബന്ധിച്ച് ഒരു കാര്യവും പറയില്ല. കേസിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. കോടതിയിൽ പെൻഡിംഗ് ആണ്. ഇന്ന് നടന്ന സംഭവം നടന്നു കഴിഞ്ഞതുകൊണ്ട് പറയുകയാണ്. ആരോഗ്യ പ്രശ്നം, ബാക്ക് പെയിൻ ഉണ്ട് ഭയങ്കരമായിട്ട്, സ്പൈൻ ഇഞ്ചുറി ഉള്ളതാണ്. പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത്. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓർഗൻ അത് റിജക്ട് ചെയ്യും ബോഡി. അപ്പൊ ആ കാര്യങ്ങളാണ് കോടതി പറഞ്ഞ്. കോടതി അതിന് വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്നും എല്ലാ 24 മണിക്കൂറിനും ഡോക്ടറെ കാണിക്കണം എന്നുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി സൗകര്യങ്ങളും മെഡിസിൻസ് കൊടുക്കണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. കസ്റ്റഡി വന്നത് ആ കാരവൻ പോയി കാണിക്കണം എന്ന് മാത്രമല്ല, അല്ലാണ്ട് എന്തോ 354-ലും 353-ലും ഒന്നും 354-ൽ എന്ത് കസ്റ്റഡിയാണ് ചോദിക്കേണ്ടത്, എന്ത് റിക്കവറി ചെയ്യണം, ഒന്നും റിക്കവറി ചെയ്യാനില്ല. അപ്പൊ അവർക്ക് അത് കാണിക്കണം, അത് മാത്രമേ ഉള്ളൂ. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് പോലീസിന് അനുവദിച്ചിരിക്കുന്നത്. അതിനിടെ ലൈംഗിക അതിക്രമം നടന്ന കാരവാനിലടക്കം രഞ്ജിത്തിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നു. നവമി,
സംവിധായകൻ രഞ്ജിത്തിന് കോടതിയിൽ നിന്നും തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. അതോടൊപ്പം 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നു. എന്തായിരിക്കും ഇനി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കം? വിശദമായ ചോദ്യം ചെയ്യലതോടൊപ്പം തെളിവെടുപ്പ്. ഈ ദിവസങ്ങളിൽ ഇനി എന്തൊക്കെയായിരിക്കും നടപടികൾ ഉണ്ടാവുക? കസ്റ്റഡിയിലാണ് രഞ്ജിത്തിനെ നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് തെളിവെടുപ്പാണ്. അടുത്ത 3 ദിവസങ്ങളിലുള്ളിൽ തന്നെ തെളിവെടുപ്പും കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യലും പൂർത്തിയാക്കി കോടതിയിൽ അതിന്റെ റിപ്പോർട്ടടക്കം, അതായത് കോടതിയിൽ അടുത്ത ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതിനെ എതിർക്കുന്നതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും പോലീസിനെ സംബന്ധിച്ച് ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള തെളിവെടുപ്പായിരിക്കും അടുത്ത ഘട്ടത്തിൽ നടക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ രഞ്ജിത്ത് ഇപ്പോൾ ഇവിടെ തന്നെയാണ്, സ്റ്റേഷൻ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. ACP അല്പസമയം മുമ്പ് പുറത്തേക്ക് പോയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്നിപ്പോൾ തെളിവെടുപ്പ് ഉണ്ടാകില്ല, ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും ഉണ്ടാകുക. നാളെ ആയിരിക്കും തെളിവെടുപ്പ്. കാരണം മറ്റന്നാൾ തന്നെ വൈകിട്ട് 4 മണിയോടുകൂടി കസ്റ്റഡി പൂർത്തിയാകും. അങ്ങനെയാണെങ്കിൽ നാളെ ആയിരിക്കും തെളിവെടുപ്പ് നടക്കുക. ഇന്നിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ, അതായത് ഈ സംഭവം നടന്ന ഫോർട്ട് കൊച്ചിയിലാണ് ഈ കാരവാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അവിടെ നമുക്കറിയാം ഇന്ന് രാഹുൽ ഗാന്ധി UDFന്റെ പ്രചാരണ പരിപാടിക്കായി ഫോർട്ട് കൊച്ചിയിൽ എത്തുന്നതിനാൽ ഇന്ന് ചില പോലീസിന്റെ ഒക്കെ സുരക്ഷ അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ഇന്ന് തെളിവെടുപ്പ് നടത്താനുള്ള ഒരു സാധ്യത കുറവാണ്. നാളെ ആയിരിക്കും അവിടെ തെളിവെടുപ്പ് ഉണ്ടാവുക. കാരവാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും 2 കാരവാനാണ്, അതായത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലത്ത് 2 കാരവാൻ ഉണ്ടായിരുന്നു. ആ 2 കാരവാനും ചങ്ങനാശ്ശേരിയിൽ നിന്നും രാവിലെ തന്നെ മറൈൻ ഡ്രൈവിലെ പോലീസ് ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ മാധ്യമങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. ഈ 2 കാരവാനിലും എത്തിച്ചായിരിക്കും രഞ്ജിത്തിനെ തെളിവെടുപ്പ് നടത്തുക. ഇതിൽ ഏത് കാരവാനിൽ വെച്ചാണ് സ്ത്രീയോട്, ഈ യുവതിയോട്, പരാതിക്കാരിയോട് മോശമായി പെരുമാറിയതെന്ന് അറിയില്ല. അപ്പോൾ അതിന്റെ ഒരു തെളിവെടുപ്പ് കൂടി നടത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ 2 CCTVകളിലും ഇല്ല, കാരവാനിനുള്ളിൽ CCTVകൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിഷ്വൽ, ഈ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയുന്ന ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ കഴിയില്ല. പകരം ഈ കാരവാനിന് പുറത്തുള്ള CCTV അല്ലെങ്കിൽ ഈ സിനിമാ സെറ്റിന് സമീപത്ത് എങ്ങനെയെങ്കിലും വിഷ്വൽസ് കണ്ടെത്താൻ ശ്രമിക്കുമോ എന്നൊക്കെ പോലീസിന്റെ ആ രീതിയിലുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൊഴിയെടുപ്പാണ്. ചില സഹപ്രവർത്തകരുടെ മൊഴിയെടുക്കണം. അതായത് ഈ ജനുവരി 30-ാം തീയതി കാരവാനിൽ വെച്ച് ഈ പെൺകുട്ടിയോട് രഞ്ജിത്ത് വളരെ മോശമായി പെരുമാറുന്നു. കരഞ്ഞുകൊണ്ട് കാരവാനിൽ നിന്നും ഇറങ്ങി ഓടിയ യുവതി പരാതി പറയുന്നത് ആ സിനിമാ സെറ്റിലുണ്ടായിരുന്ന സഹപ്രവർത്തകരോടാണ്. സ്വാഭാവികമായും അവരുടെ മൊഴിയെടുക്കുക എന്നുള്ളതായിരിക്കും പോലീസ് അടുത്തതായി കടക്കുന്നത്. അതിൽ ഈ രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ച സഹപ്രവർത്തകരും നടനുമായിട്ടുള്ള ജോബി കുര്യനെ ഉടനെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതോടൊപ്പം മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നത്, ഈ കാരവാനിലേക്ക് ഈ പരാതിക്കാരി കയറി ചെല്ലുന്ന സമയത്ത് അവിടെ കാവൽ നിന്നിരുന്നത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ഒരു യുവതിയാണ്. അങ്ങനെയാണെങ്കിൽ അവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അപ്പോൾ അവരുടെ കൂടി അറിവോടുകൂടിയാണോ, അല്ലെങ്കിൽ രഞ്ജിത്ത് ഇത്തരത്തിലൊരു മോശമായിട്ടുള്ള പ്രവൃത്തി ഈ പരാതിക്കാരിനോട് ചെയ്തത് ഇവരും അറിഞ്ഞിരുന്നോ എന്നീ കാര്യങ്ങളായിരിക്കും ഇവരിൽ നിന്ന് പ്രധാനമായും ചോദിച്ചറിയേണ്ടത്. ഇനിയിപ്പോൾ ഈ ICCയിൽ പരാതി നൽകിയെന്നാണ് പരാതിക്കാരി പറയുന്നത്. നേരത്തെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്ന കാര്യമുണ്ട്, രഞ്ജിത്തിന് ഈ പ്രതിക്ക് ഒളിവിൽ പോകാൻ സഹായം ഒരുക്കിയവരും പ്രതിപട്ടികയിൽ വരുമെന്ന്. അതായത് അതോടൊപ്പം ഈ ലൈംഗിക അതിക്രമത്തിന് ഒത്താശ ചെയ്തവരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു യുവതി കാരവാന് പുറത്തുണ്ടായിരുന്നുവെങ്കിൽ ഈ ലൈംഗിക പീഡനത്തിന് അവരാണോ ഒത്താശ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ വരുമോ? കമ്മീഷൻ അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെയും കേസെടുത്ത് അല്ലെങ്കിൽ അവരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നിലവിൽ രഞ്ജിത്ത് മാത്രമാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ളത്. ഇതിൽ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലടക്കം നടത്തിയതിനു ശേഷമായിരിക്കും നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ രഞ്ജിത്ത് മറ്റൊരു മുറിയിലേക്ക്, ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ അദ്ദേഹത്തിന് കാണുമ്പോൾ തന്നെ വളരെ അവശ്യതയോടുകൂടി തന്നെയാണ്, മനോവിഷമത്തോടുകൂടി തന്നെയാണ് രഞ്ജിത്തിനെ നമ്മൾ കാണുന്നത്. സ്വാഭാവികമായും സാധാരണ നമ്മൾ അദ്ദേഹത്തെ ക്യാമറയിൽ പകർത്തുമ്പോൾ എത്ര ഊർജ്ജസ്വലനായി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ്. പക്ഷേ ഇന്നിപ്പോൾ വളരെ വിപരീതമായി കാണുന്ന ഒരു മുഖമാണ് രഞ്ജിത്തിനെ. നമുക്കറിയാട്ടോ, ഇത് ആദ്യത്തെ കേസല്ല. ആദ്യത്തെ 2 കേസിലും അദ്ദേഹം രക്ഷപ്പെട്ടത് ആ രജിസ്റ്റർ ചെയ്യാനുണ്ടായ കാലതാമസവും അല്ലെങ്കിൽ അതിന്റെ ഒരു കാലപ്പഴക്കവുമാണ്. വർഷങ്ങൾ കഴിഞ്ഞാണ് ഇതിന്റെ ഒരു പരാതി ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് രഞ്ജിത്തിന് അന്നൊക്കെ രക്ഷപ്പെടാൻ
രക്ഷപ്പെടാൻ കഴിഞ്ഞത്. പക്ഷേ ഇന്ന് സ്ഥിതി വിപരീതമാണ്. ഈ പെൺകുട്ടി അത് തനിക്കുണ്ടായ ദുരനുഭവം അത് കൌൺസിലിംഗ് അടക്കം നേടേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഈ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്ന ഘട്ടങ്ങളിലേക്കും പിന്നീട് പോലീസിന്റെ അറസ്റ്റൊക്കെ വളരെ വേഗത്തിലായിരുന്നു. ഈ ഇങ്ങനെ ഒരു പരാതി രജിസ്റ്റർ ചെയ്തു എന്ന് പുറത്തറിയാതെ മാധ്യമങ്ങൾക്കൊന്നും നൽകാതെ അറസ്റ്റിലേക്ക് വരുമ്പോൾ മാത്രമാണ് അത് പുറം ലോകം അറിയുന്നത്. അങ്ങനെ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് പോലീസ് ഈ കേസിനെ ആദ്യ തുടക്കം മുതൽ തന്നെ കൈകാര്യം ചെയ്തതും. നേരത്തെ ടോം ചോദിച്ചതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലെ കൂടുതൽ ആളുകളിലേക്കുള്ള ചോദ്യം ചെയ്യലാണ് അല്ലെങ്കിൽ മൊഴിയെടുപ്പാണ്. അതും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഈ സഹപ്രവർത്തകർ, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഈ സംഭവം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന സഹപ്രവർത്തകരിൽ പലരും ഇപ്പോൾ കേരളത്തിന് പുറത്താണെന്നുള്ളൊരു വിവരം കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ ഫോണിൽ കൂടിയോ അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയോ മൊഴിയെടുക്കാനുള്ളൊരു സാഹചര്യവുമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. എന്തായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് ഇപ്പോഴുടെ അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതുവരേക്കും താൻ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു എന്ന് കുറ്റം രഞ്ജിത്ത് സമ്മതിച്ചിട്ടുമില്ല. അത് തനിക്കെതിരെ ഈ ഹർജിയിലടക്കം ജാമ്യാപേക്ഷയിലടക്കം പറയുന്നത് തനിക്കെതിരെ സിനിമാ മേഖലയിൽ ഒരുപാട് ശത്രുക്കളുണ്ട്, ഗൂഢാലോചനയുണ്ട്, അതിന്റെ ഫലമായിട്ടാണ് തനിക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വന്നതെന്നായിരുന്നു രഞ്ജിത്ത് ജാമ്യാപേക്ഷയിലടക്കം പറഞ്ഞത്. മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് രഞ്ജിത്ത് പറഞ്ഞത് താൻ അത്തരത്തിൽ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, എല്ലാം തെളിയും എന്നുള്ളൊരു മറുപടിയായിരുന്നു രഞ്ജിത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. പക്ഷേ ഇന്നിപ്പോൾ കോടതിയിൽ വെച്ചായാലും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്തൊന്നും മാധ്യമങ്ങളോട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ മറ്റ് പ്രതികരണം ഒന്നും തന്നെ രഞ്ജിത്ത് നടത്തിയിട്ടുമില്ല. ടോം, എന്തായാലും പോലീസിനെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് തെളിവെടുപ്പ്, മറ്റൊന്ന് കൃത്യമായിട്ടുള്ള മൊഴി ശേഖരണം, അതോടൊപ്പം തന്നെ ഈ രഞ്ജിത്തിന്റെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ. ഈ മൂന്ന് കാര്യങ്ങളുമാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അടുത്തതായി ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായി നിൽക്കുന്നത്. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. രഞ്ജിത്തിന് 3 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിരിക്കുന്നത്. തെളിവെടുപ്പ് അതോടൊപ്പം വിശദമായ ചോദ്യം ചെയ്യലും ഉണ്ടാകും. കൂടുതൽ പേരുടെ മൊഴി, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആ സെറ്റിലുണ്ടായിരുന്ന ആളുകളുടെ, അതോടൊപ്പം രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ച യുവനടൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ തുടരുന്നു. ഹോർമൂസ് കടലിടുക്കിന് പുറത്തേക്ക് ഉപരോധം വ്യാപിപ്പിക്കാൻ നീക്കവുമായി ഇറാൻ. തന്ത്രപ്രധാനമായ ബാബൽ മാൻഡീബ് കടലിടുക്കിന്റെ നിയന്ത്രണവും ഏറ്റെടുക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് UN-ൽ നടക്കാനിരുന്ന വോട്ടെടുപ്പ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചു. ഇതിനിടെ ഇറാൻ വെടിവെച്ചിട്ട F-15 വിമാനത്തിലെ പൈലറ്റിന് വേണ്ടിയുള്ള US-ന്റെ തെരച്ചിലും പുരോഗമിക്കുകയാണ്. ഇയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവർക്ക് ഇറാൻ പാരിതോഷികവും പ്രഖ്യാപിച്ചു. US-ന്റെ 2 യുദ്ധവിമാനങ്ങളാണ് ഇറാൻ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തകർത്തത്. വിശദാംശങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. അജയ്, ഇങ്ങനെ ഒരു പ്രതിരോധം ഇറാന്റെ ഭാഗത്തു നിന്ന് US-ഓ ഇസ്രായേലോ പ്രതീക്ഷിച്ചാണോ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ്? കാരണം തുടക്കത്തിൽ തന്നെ അവരെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് കരുതിയിരുന്നുവെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് മേലും ഇസ്രായേലിൻ്റെ മേലും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ മേലും സഖ്യരാഷ്ട്രങ്ങളുടെ മേലൊക്കെ ഉണ്ടാകുന്നു. മാത്രമല്ല, ഏകദേശം അമേരിക്കയുടെ 13 സൈനികരോളം കൊല്ലപ്പെടുന്നു, നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു, 2 യുദ്ധവിമാനങ്ങൾ തകർക്കുന്നു. ഇത് ഈ US-ന്റെ നിയന്ത്രണത്തിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ? ഇങ്ങനെയൊരു പ്രതിരോധം അവർ പ്രതീക്ഷിച്ചിരുന്നോ? എന്താണ് നിലവിലെ സാഹചര്യം? ടോം, യഥാർത്ഥത്തിൽ US-ഉം ഇസ്രായേലും ഇറാനെ വല്ലാതെ രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതെന്നാണ് നമുക്ക് നിലവിലെ സാഹചര്യങ്ങൾ കണക്കാക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം, അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ ഈ യുദ്ധം അത് ഇറാൻ വിജയിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ തന്നെ അവർ തങ്ങളുടെ രാജ്യത്ത് ലഭ്യമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ആക്രമണം തന്നെയാണ് US-നും ഇസ്രായേലിനുമെതിരെ അഴിച്ചുവിട്ടത്.
എന്നാൽ ആദ്യ ദിവസങ്ങളിൽ US-ന്റെയും ഇസ്രായേലിന്റെയും ഒരു മിസൈൽ സംവിധാനങ്ങളും അതുപോലെ തന്നെ അവരുടെ വിമാനശേഷി, നാവിക സംവിധാനങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് യുദ്ധത്തിൽ ഒന്ന് മുന്നിട്ട് നിൽക്കാൻ ഇരുവർക്കും സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ ശക്തമായിട്ട് ഏത് വിധേനയും പിടിച്ചു നിൽക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇറാൻ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് 2 US യുദ്ധവിമാനങ്ങൾ തകർന്നു വീണത്. അതും ബില്യൺ കണക്കിന് ഡോളറുകൾ ചെലവ് വരുന്ന യുദ്ധവിമാനമായിട്ടുള്ള F-15 ഈ കൂട്ടത്തിൽ പെടുന്നുണ്ട്. ഇന്ന് രാവിലെ ഇറാന്റെ തെക്കൻ മേഖലയിലൂടെ പറക്കുന്നതിനിടെയാണ് ഈ F-15 വിമാനത്തെ ഇറാൻ വെടിവെച്ചിടുന്നത്. ഈ വിമാനത്തിൽ 2 പൈലറ്റുമാർ ഉണ്ടായിരുന്നു. 2 പേരും ഈ വിമാനം തീപിടിച്ചതിന് പിന്നാലെ ഇജക്റ്റായി വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇവർ 2 പേരും ഇറാന്റെ തെക്കൻ പ്രവിശ്യയിൽ തന്നെയാണ് വീണതെന്നാണ് അനുമാനിക്കുന്നത്. ഇതിൽ ഒരാളെ ഇസ്രായേൽ രക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റേയാളെ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും ഇതുവരെ നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കുന്ന ഈ ഒരു നിമിഷം വരെ ലഭ്യമായിട്ടില്ല. ഈ ഒരു സൈനികന് വേണ്ടി, ഈ ഒരു പൈലറ്റിന് വേണ്ടി ഇറാനും അതുപോലെ തന്നെ അമേരിക്കയും തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇറാൻ അവരുടെ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ടെലിവിഷൻ വഴി ഔദ്യോഗികമായി നൽകിയിട്ടുള്ള അറിയിപ്പെന്ന് പറയുന്നത് ഇയാളെ ജീവനോടെയോ അല്ലാതെ പിടികൂടുന്ന ഇറാനിയൻ പൗരന്മാർക്ക് കൃത്യമായിട്ടുള്ള പാരിതോഷികം നൽകുമെന്നാണ്. അപ്പോൾ ഇയാളെ പിടികൂടി വധിക്കുകയോ അല്ലെങ്കിൽ ഇയാളെ പിടികൂടി അമേരിക്കയോട് ബാർഗെയിൻ ചെയ്യുകയാണ് ഇറാന്റെ ലക്ഷ്യമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ഇയാളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അമേരിക്ക മേഖലയിൽ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടത്തുന്നത്. അമേരിക്കയുടെ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ, അതുപോലെ ഹെലികോപ്റ്ററുകൾ, മറ്റ് യുദ്ധവിമാനങ്ങൾ ഇവയെല്ലാം ഇറാന്റെ തെക്കൻ പ്രവിശ്യയിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. അമേരിക്കയുടെ ഒരു ഹെലികോപ്റ്റർ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നതിനിടെ ഇറാന്റെ പോലീസ് സംഘം ഇതിന് നേരെ വെടിയുതിർക്കുകയുൾപ്പെടെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ മേഖലയിലുള്ള തെരച്ചിൽ അത് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞതുമാണ്. ഇവിടെ ഇറാന് തന്നെയാണ് തീർച്ചയായിട്ടും ഒരു മേൽക്കൈ. ഈ സൈനികനെ സംബന്ധിച്ചെന്നാലും ഇറാനും നിലവിൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. മറ്റൊരു വിമാനം തകർന്നത് ഹോർമുസ് കടലിടുക്കിന് സമീപത്ത് വെച്ചാണ്. ഇത് അമേരിക്കയുടെ A-10 വാർത്തോഗ് എന്ന് പറയുന്ന വിമാനമാണ് ഹോർമുസ് കടലിടുക്കിന്റെ സമീപം വെച്ച് തകർന്നത്. ഇതും ഇറാൻ വെടിവെച്ചിടുകയായിരുന്നു. ഈ വിമാനത്തിലും 2 പൈലറ്റുമാരാണ് ഉണ്ടായിരുന്നത്. ഇവർ 2 പേരും രക്ഷപ്പെട്ടതായിട്ടാണ് നിലവിൽ വിവരങ്ങളുള്ളത്. ഇവർ 2 പേരും വിമാനത്തിൽ നിന്ന് ഇജക്റ്റായിട്ട് ഗൾഫ് നാടുകളിലേക്ക് വീഴുകയായിരുന്നു. ഇവർ അവിടെ തന്നെ അഭയം തേടിയിട്ടുള്ളതായിട്ടും നിലവിൽ വിവരമുണ്ട്. അതേസമയം ഇറാൻ മേഖലയിലെമ്പാടും കടുത്ത രീതിയിൽ തന്നെ ആക്രമണങ്ങൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അബുദാബിയിലേക്ക് ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം ഇന്ന് രാവിലെ നടത്തിയിരുന്നു. ഒരു മിസൈലിന്റെ അവശിഷ്ടം തകർന്നു വീണ് 12 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 4 പേര് ഇന്ത്യക്കാരാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഒരു ഈജിപ്ഷ്യൻ പൗരനും ഇവിടെ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഇറാന് നേരെ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നടത്താനും ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇറാനുള്ളിലുള്ള 2 പെട്രോ കെമിക്കൽ പ്ലാന്റുകൾക്ക് തീപിടിച്ചതായിട്ടുള്ള വിവരങ്ങളുണ്ട്. 2 ഇടങ്ങളിലും സ്ഫോടനം നടന്നതാണ്. എന്നാൽ ഇത് ആരാണ് ഈ ആക്രമണം നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് നിലവിൽ നമുക്ക് വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ അമേരിക്ക 6-ാം തീയതി വരെ ഇറാനിലുള്ള പവർ പ്ലാന്റുകൾ ആക്രമിക്കുന്നത് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ 2 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതിനെ പറ്റി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. ട്രംപിനെ ഈ വിവരം ധരിപ്പിച്ചതായിട്ടാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ BBC-ക്ക് നൽകിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അതുപോലെ ട്രംപ് NBC ന്യൂസിന് നൽകിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഈ 2 യുദ്ധവിമാനങ്ങൾ തകർന്നെന്ന് പറഞ്ഞ് അത് സമാധാന ചർച്ചകളെ ബാധിക്കില്ല എന്നാണ്. മറ്റ് പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി US-ന്റെ ഭാഗത്ത് നിന്ന് ഈ വിമാനങ്ങൾ തകർത്തതിന്റെ പ്രകോപനമാണോ ഈ അങ്ങനെ ഒരു വശത്ത് സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട്. മാത്രമല്ല അതോടൊപ്പം അറിയേണ്ടത് US-ന്റെ ഭാഗത്തുനിന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുമുള്ള ആക്രമണങ്ങൾ എങ്ങനെയാണെന്നാണ്. അതിനിടെ ഈ US-ന്റെ കരസേനാ മേധാവിയെ പുറത്താക്കിയതായിട്ടുള്ള ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ. അതായത് ഈ ഇറാനുമേലുള്ള ആക്രമണത്തിലൊക്കെ വലിയ ഒരു പരാജയം സംഭവിച്ചു അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കം US പ്രതിരോധ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് പ്രതിരോധ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള നിലവിലെ ആക്രമണങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇറാനിലുള്ളിലെ ഈ പെട്രോ കെമിക്കൽ പ്ലാന്റുകൾക്ക് തീപിടിച്ചതാണ് ഏറ്റവും പുതിയ വിവരമായിട്ട് നമുക്ക് പറയാനുള്ളത്. അവിടെയുള്ള മഖ്ഷഹർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റിലും അതുപോലെ തന്നെ ബന്ദർ ഇമാം എന്ന് പറയുന്ന ഒരു പെട്രോ കെമിക്കൽ പ്ലാന്റിലുമാണ് നിലവിൽ തീപിടുത്തങ്ങൾ ഉണ്ടായത് എന്നാണ് വിവരമുള്ളത്. അതുപോലെ തന്നെ ടെഹ്റാനിലുള്ള സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായിട്ട് ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നെ
ടെഹ്റാനിൽ തന്നെയുള്ള ഒരു സ്കൂൾ, അതായത് ഒരു മ്യൂസിക്കൽ സ്കൂളിന് നേരെ നിലവിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഈ സ്കൂളിന് കാര്യമായിട്ടുള്ള കേടുപാടുകളടക്കം സംഭവിച്ചതായിട്ടും നിലവിൽ വിവരമുണ്ട്. ഇപ്പോൾ എന്തായാലും അമേരിക്ക ഈ ആക്രമണങ്ങൾ അത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് അവരുടെ ഒരു നീക്കം എന്നത് നമുക്ക് ഇന്നലെ തന്നെ മനസ്സിലായ കാര്യമായിരുന്നു. കാര്യം ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ആദ്യം അവരുടെ സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളും കേന്ദ്രീകരിച്ചായിരുന്നു US-ന്റെ ആക്രമണമെങ്കിൽ നിലവിൽ അവർ ആക്രമണം നടത്തുന്നത് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ്. അതായത് പാലങ്ങൾ, പിന്നെ ഹെൽത്ത് സെന്ററുകൾ, ഇവിടങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തുന്നു. ഇറാനിലുള്ള ഏതാണ്ട് 100-ലധികം വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഹെൽത്ത് സെന്ററിന് നേരെ ആക്രമണം നടന്നിരുന്നു. അതുപോലെ ഇറാനിലെ ഏറ്റവും നീളം കൂടിയ ഒരു പാലം ആക്രമിച്ച് തകർക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഈ പാലം തകർത്തതിൽ മരണസംഖ്യ 13 ആയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. 100-ലധികം പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. 2 ആക്രമണങ്ങൾ ഈ പാലത്തിന് നേരെ നടന്നതായിട്ടും വിവരമുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഇന്ന് ഇറാൻ തങ്ങളുടെ പ്രതിരോധം അത് കൂടുതൽ കടുപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയ ആക്രമണങ്ങളിലാണ് ഇപ്പോൾ US-ന്റെ ഈ 2 യുദ്ധവിമാനങ്ങൾ തകർന്നു വീണത് ഉൾപ്പെടെ നടന്നത്. അതുപോലെ തന്നെ US-ന്റെ ഒരു MQ-1 ഡ്രോണിനെയും വെടിവെച്ച് വീഴ്ത്തിയതായിട്ട് IRGC തങ്ങളുടെ പ്രസ്താവനയിൽ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അത് ഈ ആക്രമണങ്ങൾ കൂടുന്ന പശ്ചാത്തലത്തിൽ വലിയ പ്രതിസന്ധിയായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട് ബഹ്റൈൻ സമർപ്പിച്ചിരുന്ന UN-ലെ ഒരു പ്രമേയം അത് നിലവിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കാനാണ് ഇരുന്നത്. അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാബൽ മാൻഡേബ് എന്ന് പറയുന്ന ഒരു കടലെടുക്ക് കൂടി ഉപരോധിക്കാനുള്ള ഒരു നീക്കവും ഇറാൻ നടത്തുന്നതായിട്ടും വിവരമുണ്ട്. വ്യക്തമാണ്. സുധാ ബിജുവാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രത്യാക്രമണം ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഈ രീതിയിലുള്ള ഒരു പ്രതിരോധം അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിച്ചു കാണില്ല. വലിയ നാശനഷ്ടങ്ങൾ ഈ രാജ്യങ്ങൾക്ക് മേലും ഉണ്ടാകുന്നുണ്ട്. മലപ്പുറത്ത് ഭാര്യയെയും 2 മക്കളെയും കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതി 13 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. മാവൂർ സ്വദേശി മുഹമ്മദ് ഷെരീഫാണ് പിടിയിലായത്. ബംഗളൂരുവിൽ മറ്റൊരു വിവാഹം കഴിച്ച് ടാക്സി ഡ്രൈവറായി ഇയാൾ ജോലി ചെയ്യുകയായിരുന്നു. കൊലക്കേസിൽ 7 മാസം ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതാണ് മുഹമ്മദ് ഷെരീഫ്. പിന്നീട് അവിടെ നിന്നും ബംഗളൂരുവിലേക്ക് കടന്നു കളയുകയായിരുന്നു. 2012 ജൂലൈ 21-നാണ് ഇയാൾ ഭാര്യയായ സാബറിയെയും 4 2 വയസ്സുള്ള കുട്ടികളെയും സ്കൂട്ടറോടെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. വിവരങ്ങളുമായി അനുമോദ്, 2012 നടന്ന അതിക്രൂരമായ കൊലപാതകം, പിന്നീട് പ്രതി ജാമ്യം കിട്ടി പുറത്തിറങ്ങി നാടുവിടുന്നു. ഇയാൾ ഈ ബംഗളൂരുവിലുണ്ട് എന്ന വിവരങ്ങൾ എങ്ങനെയാണ് ലഭിച്ചത്? എങ്ങനെയാണ് പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്? ടോം, മലപ്പുറത്ത് പോലീസിനെ ഏറെക്കാലമായി കുഴക്കിയ ഒരു കേസായിരുന്നു മുഹമ്മദ് ഷെരീഫിൻ്റേത്. ഇത് വളരെ അതിദാരുണമായിട്ട് അതിക്രൂരമായിട്ട് 2 കുഞ്ഞുങ്ങളെയും ഭാര്യയെയും വെള്ളത്തിൽ വെള്ളത്തിൽ കൊന്ന് അതിനുശേഷം ഈ ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത് മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള ഒരു ലക്ഷ്യത്തിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. പക്ഷേ സംഭവം കൊലപാതകം നടന്ന് വളരെ വേഗത്തിൽ പോലീസ് പ്രതിയെ പിടികൂടി. അയാൾ തുടർന്ന് വിചാരണ നടപടികൾക്ക് മുമ്പായിട്ട് അയാൾക്ക് ജാമ്യം ലഭിച്ചു. ജാമ്യത്തിലിരിക്കെ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് വർഷങ്ങളായിട്ട് ഇയാൾ എവിടെയാണെന്ന് അറിയാത്ത അവസ്ഥ. മുമ്പൊരിക്കൽ ഇയാൾ നീലഗിരി ഭാഗത്തുണ്ട് എന്നൊരു തരത്തിലുള്ള വിവരം കിട്ടുകയും അങ്ങനെ പോലീസിന് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത് പോലീസിന് കൃത്യമായിട്ട് ഇയാളെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ബാംഗ്ലൂരിലുണ്ടെന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണ സംഘം മറ്റ് പല സംസ്ഥാനങ്ങളിലും സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ താമസിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇയാൾ അവിടെ ഒരു ടാക്സി ഡ്രൈവറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ മറ്റൊരു വിവാഹം കഴിച്ച് കുടുംബമായിട്ടായിരുന്നു താമസിച്ചിരുന്നത്. അതായത് ഇവിടെ ഭാര്യയും മക്കളെയും കൊന്ന് ആ ഇൻഷുറൻസ് ഒക്കെ തട്ടിയെടുത്ത് മറ്റൊരു വിവാഹം കഴിക്കാൻ വിചാരിച്ച ആൾ ഈ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ശേഷം അവിടെ ടാക്സി ഡ്രൈവറായിട്ട് അവിടെ ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന അവസ്ഥ. നാടുമായിട്ട് ഒരു തരത്തിലും ഇയാൾ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നില്ല, ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല, ബന്ധുക്കൾക്കും ഇയാളെക്കുറിച്ചൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇയാൾ അങ്ങനെ തീർത്തും എവിടെയാണെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു. എന്നാണെങ്കിലും
കൊണ്ടോട്ടി ഡാൻസ് ഓഫ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. കാലങ്ങളായിട്ട് ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തിയ സംഘത്തിലുള്ളവർ തന്നെയാണ് ഈ ഒരു കേസിനും തുമ്പുണ്ടാക്കിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് ലഭ്യമാകും. കാരണം അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ പോലീസ് പൂർണ്ണമായിട്ടും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ഇതിൽ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികളിലേക്ക് വിധേയമാക്കുന്നുവെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും കാലങ്ങളായിട്ട് മലപ്പുറത്തെ പോലീസിനെ തലവേദനയായിരുന്ന വട്ടം ചുറ്റിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കേസിലെ പ്രതിയെയാണ് ഇന്നലെ ബാംഗ്ലൂരിൽ വെച്ച് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിട്ടുള്ളത്. അനുമോദ്, ഇയാൾ ഈ ബാംഗ്ലൂരിൽ ഉണ്ട് എന്ന വിവരം മറ്റ് ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും അറിവുണ്ടായിരുന്നോ? മാത്രമല്ല, ഇത് വേഷം മാറി രൂപമാറ്റം വരുത്തിയായിരുന്നോ ഒളിവിൽ കഴിഞ്ഞിരുന്നത്? പോലീസിന് പിന്നീട് എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ, ഈ കൊലയാളി ഇവിടെ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന വിവരം അറിയാൻ കഴിഞ്ഞത്? മാത്രമല്ല, ഇയാളുടെ കുടുംബം മറ്റൊരു വിവാഹം കഴിച്ച് അവിടെ മക്കളുണ്ട് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കുടുംബാംഗങ്ങൾക്ക് അറിവുണ്ടായിരുന്നു ഇയാളുടെ ഒരു പശ്ചാത്തലം? ഈ ബംഗളൂരിലെ കുടുംബത്തിന് ഇയാളുടെ പശ്ചാത്തലം അറിവുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ മലയാളികളാണോ എന്നും വ്യക്തമായിട്ടില്ല. ഇയാളുടെ പശ്ചാത്തലം പൂർണ്ണമായിട്ടും അറിയാതെയാണ് ഇത്തരത്തിലൊരു ബന്ധം പുതിയത് സ്ഥാപിച്ച് അയാൾ അത്തരത്തിലൊരു കുടുംബമായിട്ട് മറ്റൊരു വ്യക്തിയായിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങിയത്. നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു, അയാൾ ഒരു മതവിശ്വാസിയായിട്ട്, അതായത് ഒരു പള്ളിയിലൊക്കെ പോകുന്ന ഒരാൾ, അയാളുടെ വേഷഭാവങ്ങളൊക്കെ അത്തരത്തിലേക്ക് മാറ്റിയിരുന്നു. അങ്ങനെ ഒരു വലിയ വിഭാഗത്തെ പറ്റിച്ച് ഒളിവിൽ കഴിയുന്ന ആളാണ് താനെന്ന ആ പ്രതിച്ഛായയെ മറികടന്ന് തൻ്റെ രൂപഭാവങ്ങൾ കൂടി മാറ്റിയ ശേഷമാണ്. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഈ തമിഴ്നാട്ടിലും അതേപോലെ അതിർത്തി ജില്ലകളിലൊക്കെ ഇയാളെ പലപ്പോഴും കണ്ടതായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെയൊക്കെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ അയാളെ പലപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ ലഭ്യമാകുന്ന വിവരങ്ങൾ അത് നേരിൽ പോയി അന്വേഷിച്ച് കണ്ടെത്തിയതിനെയാണ് ഈ പോലീസ് ഇയാൾക്ക് എത്തിയത്. സൈബർ സെല്ലിൻ്റെയോ മറ്റ് സംവിധാനങ്ങളുടെ സഹായം കൂടാതെയാണ്. കാരണം എവിടെയും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സ്വാഭാവികമായിട്ടും ലഭിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ നേരിട്ട് പോയി പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് പൂർത്തീകരിക്കുന്നത്. അത്തരത്തിലൊരു പഴയ ശൈലിയിലുള്ള ഒരു മിഷനാണ് ഡാൻസ് ഓഫ് സംഘം പൂർത്തിയാക്കിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതു സംബന്ധിച്ച് വലിയ തോതിൽ തന്നെ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ശ്രമങ്ങളൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലപ്പുറത്തിൻ്റെ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പലപ്പോഴും ഇയാളുടെ ഏറ്റവും എളുപ്പത്തിൽ പ്രതികളിലേക്ക് എത്താൻ സഹായിക്കുന്നത് മൊബൈൽ ഫോണും മറ്റ് സംവിധാനങ്ങളൊക്കെയാണ്. ഇയാളിതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ളൊരു ശൈലിയായിരുന്നു ഇയാളുടേത് എന്നതുകൊണ്ട് തന്നെ ഇയാളേക്ക് എത്താൻ കഴിയാത്തൊരവസ്ഥ കൃത്യമായിട്ട് പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നു. ഇത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് സംഘം അവിടെ പോയി ക്യാമ്പ് ചെയ്തതിനു ശേഷം ഇയാളെ കണ്ടെത്തി. അങ്ങനെയാണ് ഈ ഒരു മിഷൻ, ഈ ഒരു കൃത്യം പൂർത്തീകരിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് ഈ അതായത് ഇയാളുടെ ആദ്യ ഭാര്യയുടെ, ഇയാൾ കൊന്ന ഭാര്യയുടെ കുടുംബം വലിയ പ്രതിഷേധത്തിലായിരുന്നു ഏറെക്കാലം ഈ പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തത്. അവർക്കൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പോലീസിൻ്റെ നടപടി വലിയ ആശ്വാസം നൽകുന്നതാണെന്ന് ഉറപ്പാണ്. എന്താണെങ്കിലും ഇനി കേസിലെ വിചാരണ നടപടികൾ പൂർത്തീകരിക്കും ഏറെ വൈകാതെ. അതിനുശേഷം ഇയാൾ ചെയ്ത ഒരു ക്രൂരകൃത്യത്തിന് 3 പേരെയാണ് കൊന്നത്. ഈ കൊലക്കേസ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞ സ്വന്തം ഭാര്യയെയും 2 മക്കളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് 13 വർഷങ്ങൾക്ക് ശേഷം ഒളിവിലായിരുന്ന പ്രതി പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കണക്കിൽപ്പെടാത്ത 17 ലക്ഷത്തോളം രൂപ എക്സൈസ് സംഘം പിടികൂടി. ബംഗളൂരുവിൽ നിന്ന് കഴക്കൂട്ടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്നാണ് പണം കണ്ടെടുത്തത്. സംഭവത്തിൽ കർണാടക സ്വദേശി നാരായണസ്വാമിയെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പണം ലഭിച്ചത്. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു നെയ്യാറ്റിൻകരയിൽ നിന്ന്. അരുൺ, ഈ ഇലക്ഷനോടനുബന്ധിച്ച് വ്യാപകമായ രീതിയിൽ കള്ളപ്പണം സംസ്ഥാനത്തേക്ക് ഒഴുകുന്നുണ്ട്. അത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏജന്റുമാർ വഴിയാണ് എത്തുന്നത്. ഇത് ഈ ബസ്സിൽ ഈ പണം കൊണ്ടുവരുന്നുണ്ടെന്ന വിവരം എങ്ങനെയാണ് എക്സൈസ് സംഘത്തിന് ലഭിച്ചത്? ഏതെങ്കിലും രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ പരിശോധന? തീർച്ചയായും ടോം, രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന എന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് രാവിലെ
ആയിരുന്നു ഈ സംഭവം. ഈ പറയുന്ന കഴക്കൂട്ടം ഭാഗത്തേക്ക് വരികയായിരുന്ന ഒരു യാത്രികരായിരുന്നു ഇയാൾ. ഈ പറയുന്ന ബാംഗ്ലൂരിൽ നിന്ന് കഴക്കൂട്ടം ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സിൽ നിന്നാണ് പിടികൂടിയത്. കർണാടക സ്വദേശി നാരായണസ്വാമിയുടെ കൈവശമുണ്ടായിരുന്ന 17 ലക്ഷം രൂപയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇദ്ദേഹം എക്സൈസിനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ സീറ്റിൽ അടിയിൽ ഉറപ്പിച്ചതിന് ശേഷം കടന്നുകളയാൻ ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. എക്സൈസ് സംഘം പണവും ഇയാളെ പിടികൂടുകയാണ് ചെയ്തത്. മതിയായ രേഖകളില്ലാത്തതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള തമിഴ്നാട് അതിർത്തി ഇലക്ഷൻ നടക്കുമ്പോൾ അതിർത്തിയിൽ ഉൾപ്പെടെ വ്യാപകമായ ഒരു തിരച്ചിൽ പോലീസിന്റെ ഭാഗത്തുനിന്നായിക്കോട്ടെ മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്രാവശ്യം എക്സൈസിന്റെ വലയിലാകുന്നത്. അതിർത്തി കടന്ന് ധാരാളം പണം വരുന്നു എന്നുള്ള വ്യാപകമായ ഒരു വിവരം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രാത്രിയൊന്നും പകലില്ലാതെ നടക്കുന്ന പരിശോധന. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുലർച്ചയോടുകൂടിയാണ് ഈ ഒരു ഇവരെ പിടികൂടിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാരായണസ്വാമിക്ക് 29 വയസ്സാണ്. ഇപ്പോൾ അമരവിള ചെക്ക് പോസ്റ്റിലാണ് ഇദ്ദേഹം ഉള്ളത്. ഇദ്ദേഹത്തെ ഇനി മറ്റ് അധികൃതർക്ക് വേണ്ടി കൈമാറും എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. അരുൺ, ഇത് ആർക്കു വേണ്ടിയാണ് ഈ പണം എത്തിച്ചതെന്ന വിവരം ലഭിച്ചിട്ടുണ്ടോ? ഇയാൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാകാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് അറിയാനും വിലയിരുത്താനും കഴിയുന്നത്. പക്ഷെ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഒരു വസ്തു കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ആണ് ഈ പണം കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഇയാളുടെ മൊഴിയിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷെ അത് എക്സൈസ് സംഘം അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. കാരണം കർണാടക സ്വദേശിച്ച ഒരു വസ്തു ഇടപാടിന് വേണ്ടി അത്രയും തുക കൊണ്ടുവരിക എന്നുള്ളതും അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് അത് മുഖവിലേക്ക് എടുക്കുന്ന കാര്യമല്ല. മതിയായ രേഖകളും അദ്ദേഹത്തിന് കാണിക്കാൻ കഴിഞ്ഞില്ല. നാരായണസ്വാമിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും കാണിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തന്നെ പണമൊഴുക്കിയത് എന്നുള്ളത് വ്യക്തമാണ് എന്ന് തന്നെയാണ് എക്സൈസ് സംഘവും പറയുന്നത്. അത് എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റു വിവരങ്ങൾ ലഭിക്കൂ. എന്തിനാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് പണം കൊണ്ടുവന്നത്, മറ്റാരെങ്കിലും ഇതിനൊക്കെ പങ്കുണ്ടോ, എവിടെയാണ് എത്തിക്കാനുള്ളത് തുടങ്ങിയ ധാരാളം വിവരങ്ങൾ ചോദ്യം ചെയ്യാറുണ്ട്. അതും വരും മണിക്കൂറുകളിൽ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്ന വിശ്വാസം തന്നെയാണ് എക്സൈസ് സംഘത്തിൽ ഇപ്പോൾ ഉള്ളത്. യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ പയ്യന്നൂരിലും രേഖകളില്ലാതെ കടത്തിയ 7.5 ലക്ഷത്തിലധികം രൂപ പിടികൂടി. കാറിൽ കടത്തുകയായിരുന്ന പണമാണ് പിടിച്ചെടുത്തത്. മതിയായ രേഖകൾ ഹാജരാക്കാൻ വാഹനത്തിലുണ്ടായിരുന്നവർക്ക് സാധിച്ചില്ല. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. രജീഷ് കുളങ്ങര ചേരുന്ന വിവരങ്ങളുമായി. രജീഷ്, ഈ 7.5 ലക്ഷത്തോളം രൂപയാണ് പയ്യന്നൂരിൽ നിന്നും പിടിച്ചെടുത്തത്. ഇത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ മറവിൽ കൊണ്ടുവന്ന പണമാണോ? ടോം, ഇന്ന് രാവിലെയാണ് 8:30 പയ്യന്നൂർ കണ്ടോത്ത് ദേശീയപാതയിൽ വാഹന പരിശോധനയ്ക്കിടെ രേഖകളില്ലാത്ത പണം കണ്ടെത്തിയത്. കൃത്യമായി പറഞ്ഞാൽ 7,63,700 രൂപയായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് സർവൈലൻസ് ടീം പിടികൂടിയത്. KL 59S8393 നമ്പർ കാറിലാണ് ഈ ഒരു തുക കടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. ഈ തുക SST കണ്ടെടുക്കുമ്പോൾ മതിയായ രേഖകൾ ഹാജരാക്കാൻ വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്ക് സാധിച്ചില്ല. പരിശോധനയ്ക്കിടെ കണ്ടെടുത്ത പണത്തിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുവെങ്കിലും അത് കാര്യമായ രേഖകളൊന്നും അവർക്ക് ഹാജരാക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് നിയമ നടപടികളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിടിച്ചെടുത്ത തുക ഫിനാൻസ് ഓഫീസർക്ക് കൈമാറുന്നതിനായി പയ്യന്നൂർ ട്രഷറിയിൽ ഏൽപ്പിക്കും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പ്രധാന പാതകൾ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥരുടെ കർശന പരിശോധന നടന്നു വരികയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ചെലവിലേക്കുള്ള പണം ആകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ബാങ്കിൽ നിന്നാണെങ്കിൽ അതിന്റെ ഒരു റെസിപ്റ്റ്, വസ്തു കച്ചവടമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ രേഖകൾ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അത്തരത്തിലൊരു രേഖകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത് കുഴൽപ്പണമാണോ, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനുള്ള രാഷ്ട്രീയ കക്ഷികൾക്കുള്ള പണമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അത് ട്രഷറിയിൽ കൈമാറുവാനാണ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് K. സുനീഷ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശ്രീകാന്ത്, BSF ഉദ്യോഗസ്ഥർ തുടങ്ങുന്നവർ അടങ്ങുന്ന ഒരു ടീമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത്. യെസ്, വ്യക്തമാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എല്ലായിടങ്ങളിലും സമാനമായ രീതിയിലുള്ളൊരു പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ വലിയ രീതിയിൽ, വ്യാപകമായ രീതിയിൽ ഒരു കള്ളപ്പണം ഒഴുക്ക് ഉണ്ടാകുന്നുണ്ടോ? ഈ പയ്യന്നൂർ ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുണ്ടോ? ഇത് ആർക്കു വേണ്ടിയാണ് ഈ പണം എത്തിച്ചതെന്ന
വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാന പാതകൾ, പ്രത്യേകിച്ച് ദേശീയപാതകൾ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെയും എൻഫോഴ്സ്മെന്റ് ടീമിന്റെയും ഉള്ള പരിശോധന കർശനമാണ്. പയ്യന്നൂർ പരിസര പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്നാൽ ലഹരി ഉൾപ്പെടെയുള്ള കടത്ത് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു തുക ഇങ്ങനെ പിടിക്കപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലുള്ള കള്ളപ്പണം ഒഴുക്ക് തടയുക എന്ന ഉദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നതെങ്കിൽ കൂടി മറ്റു പല കുറ്റകൃത്യങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ പിടിക്കപ്പെടുന്ന സ്ഥിതിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ളത്. ലഹരി കടത്ത് ഉൾപ്പെടെയുള്ള പിടിച്ചത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഴൽപ്പണമാകാനുള്ള സാധ്യതയുണ്ട്, ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്കുള്ള പണമാകാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായ ഒരു വിവരം ഈ കാറിൽ ഉണ്ടായിരുന്നവർക്ക് നൽകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇത് പിടിച്ചെടുത്ത് ട്രഷറിയിലേക്ക് കൈമാറിയിട്ടുള്ളത്. വ്യക്തമാണ്. രജീഷ് കുളങ്ങരയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ പയ്യന്നൂരിലാണ് കള്ളപ്പണവുമായി 7 ലക്ഷത്തോളം രൂപമായി ഒരു സംഘം പിടിയിലായിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. മലപ്പുറം വണ്ടൂരിൽ ശശി തരൂർ എംപിക്ക് നേരെ ഉണ്ടായ കയ്യേറ്റത്തിൽ ഒരാൾ അറസ്റ്റിൽ. കാളികാവ് സ്വദേശി ഉമ്മറിനെയാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത്. ഗവൺമെന്റ് പരാതി പ്രകാരമാണ് നടപടി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വണ്ടൂർ ചെള്ളിത്തോട് വെച്ച് ശശി തരൂരിന്റെ വാഹനം ഇയാളടക്കം 5 പേർ തടഞ്ഞു നിർത്തി പ്രശ്നമുണ്ടാക്കിയത്. തോൽവി ഭയന്ന് CPM വ്യാപക ആക്രമണങ്ങൾ നടത്തുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിക്കുന്നത്. വിവരങ്ങളുമായി CB അനുമോദ് ചേരുന്നു മലപ്പുറത്ത് നിന്ന്. വിവരങ്ങളുമായി അനുമോദ്, ഒരു ജനപ്രതിനിധിക്ക്, പ്രത്യേകിച്ച് ഒരു MPക്ക് നേരെയാണ് ഈ രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത്. വാഹനം ഉൾപ്പെടെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. നിലവിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട്. ഇയാൾ ഇത് CPMന്റെ നേതൃത്വം നടത്തിയ ആക്രമണം എന്നായിരുന്നു ഇന്നലെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണം. ഈ പിടിയിലായ വ്യക്തി ഉമ്മർ CPM പ്രവർത്തകനാണോ? മറ്റു പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? ടോം, ഇന്നലെ രാത്രി 7:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. തിരുവാലിയിൽ നിന്ന് ചെള്ളിത്തോട് വഴി വണ്ടൂരിലേക്ക് നിലമ്പൂരിലേക്ക് പോകുന്നതിനിടയ്ക്കാണ് ഈ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായത്. അവിടെ വളരെ വീതി കുറഞ്ഞ വഴിയാണ്. അപ്പോൾ വളരെ വേഗത്തിൽ ഹോൺ അടിച്ച് MP-യുടെ വണ്ടി അതുവഴി കടന്നു പോകുന്നത് ഈ ഉമ്മറടക്കമുള്ളവർ ചോദ്യം ചെയ്യുകയും തുടർന്ന് വണ്ടി തടഞ്ഞു. വണ്ടി തടഞ്ഞതോടെ ശശി തരൂരിനെ ഗൺമാൻ പുറത്തിറങ്ങിയിട്ട് ചോദ്യം ചെയ്യുകയും ഇയാളുമായി കയ്യേറ്റം ഉണ്ടാവുകയും തുടർന്ന് അവിടെ ഈ ഒരു സംഘർഷം ഉണ്ടായത്. ഈ വിഷയത്തിൽ ഗവൺമെന്റ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ വണ്ടൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഉമറാണ് ഇതിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതി. ഇയാൾക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയടക്കമുള്ള ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. മറ്റ് 4 പേർക്ക് നോട്ടീസ് നൽകി പോലീസ് വിട്ടിരിക്കുകയാണ്. അവരെ ഈ കേസിൽ നേരിട്ട് ഇതേ വകുപ്പ് പ്രകാരമല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവർ ഈ ഒരു സമയത്ത് മൊബൈലിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ് അവർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു പോലീസിൻ്റെ കണ്ടെത്തലുള്ളത്. ഈ ഉമ്മറാണ് ഈ കൃത്യം ചെയ്തിട്ടുള്ളത്. ഈ വണ്ടി തടഞ്ഞ് വാഹനത്തിനുള്ളിൽ ശശി തരൂരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും കടന്നു പോകാൻ അനുവദിക്കാതിരിക്കുകയും ഈ ശശി തരൂരിൻ്റെ ഗൺമാനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് ഇയാളാണ് എന്നാണ് ഉമ്മറാണ് എന്നാണ് പറയുന്നത്. ഉമ്മർ CPM അനുഭാവിയാണ്, പ്രവർത്തകനാണ് എന്നാണ് നമുക്ക് പ്രാദേശികമായിട്ട് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സജീവമായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാൾ കൂടിയാണ്. ഒരുപക്ഷെ ഇത് പാർട്ടി CPMന് നേരിട്ട് ഇതിൽ ബന്ധമുണ്ടോ എന്ന് പറയാനാവില്ല. ആ ഒരു സമയത്ത് ഇയാൾ അത് പ്രകോപനങ്ങളില്ലാതെ അത്തരത്തിൽ കൃത്യം ചെയ്തു എന്നുള്ളതാണ്. ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പമായതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായിട്ടുള്ളൊരു നീക്കമായിട്ടും തോൽവി ഭയന്നുള്ള ഒരു പ്രതികരണമായിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് ആകസ്മികമായിട്ട് ആ സമയത്തുണ്ടായ ഒരു സംഭവമായിട്ടാണ്. അതായത് ഒരു സംഘടിതമായ ആക്രമണം, ഒരു ആസൂത്രിതമായ ആക്രമണമായിരുന്നോ? ഇയാളെ കൂടാതെ ഇനി 4 പേർ കൂടി പിടിയിലാകാനുണ്ടല്ലോ. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? ഈ പ്രതികൾ നിലവിൽ ഒളിവിലാണോ? ടോം, അങ്ങനെയല്ല. ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഈ 5 പേരെയും പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അവരെ നോട്ടീസ് നൽകിയിട്ട് വിടുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് സമയത്ത് ഹാജരാകണം എന്ന് പറഞ്ഞ് വിട്ടയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സംഘടിതമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ളൊരു സംഭവമായിട്ടല്ല പോലീസ് കാണുന്നത്. ആ സമയത്ത് സംഭവിച്ച സ്പോണ്ടേനിയസ് ആയിട്ട് ആകസ്മികമായിട്ടുണ്ടായ ഒരു സംഭവമാണ്. പക്ഷേ അത് ഇത്രത്തോളം വഷളാക്കിയത് ഈ ഉമ്മർ എന്ന വ്യക്തിക്ക് രാഷ്ട്രീയമായിട്ടുള്ള ചായ്വുള്ളതുകൊണ്ടും ഉമ്മറിൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷത്തിന് അനുഭവമുള്ളതുകൊണ്ടും അത് കോൺഗ്രസിന് വിരുദ്ധമായതുകൊണ്ടുമാണ്. അല്ലാതെ പാർട്ടി നേതൃത്വം ഒരിക്കലും ഇത്തരത്തിലൊരു സംഭവം ആസൂത്രിതമായിട്ട് ചെയ്തു എന്ന് പോലീസ് പറയുന്നില്ല. പാർട്ടി നേതൃത്വമാണെങ്കിൽ അത്തരത്തിലൊരു കാര്യം ചെയ്തതായിട്ട് അംഗീകരിക്കുന്നില്ല, സമ്മതിക്കുന്നുമില്ല. സംഭവിച്ചത് വളരെ ആ ഒരു സമയത്തുണ്ടായ സംഭവവികാസങ്ങൾ
ആകസ്മികമായിട്ട് ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കി. അതിന് കാരണമായത് ഇയാളുടെ രാഷ്ട്രീയമാണ്. അത് പാർട്ടി പൂർണ്ണമായിട്ടും അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് തന്നെയാണ് കാണുന്നത്. കോൺഗ്രസ് ആകട്ടെ ഇതൊരു രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ ദുരൂഹതകൾ നിലവിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് കൂടുതൽ പേരുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇതൊരു വലിയ രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. യെസ്, വ്യക്തമാണ്. സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം വണ്ടൂരിൽ ശശി തരൂർ MP നേരെയുണ്ടായ കയ്യേറ്റത്തിലാണ് ഒരാൾ പിടിയിലായത്. പിടിയിലായ കാളികാവ് സ്വദേശി ഉമ്മർ CPM അനുഭാവിയാണ്. മറ്റ് 4 പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് തുടരുന്നുണ്ട്. റിപ്പോർട്ടിലേക്ക് പൂർണ്ണമാകുന്നു.